പരമോന്നത റിപ്പബ്ലിക് ആയതിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് 68ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. രജ്പഥിൽ രാഷ്ട്രപതി പതാക ഉയർത്തിയതോടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഔദ്യോഗിക തുടക്കമായി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ നഹ്യാൻ ആയിരുന്നു റിപ്പബ്ലിക് പരേഡിലെ മുഖ്യ അതിഥി. എന്നാൽ റിപ്പബ്ലിക് പരേഡിൽ നിന്ന് കേരളത്തിന്റെ നിശ്ചല ദൃശ്യം കേന്ദ്രം ഒഴിവാക്കി. അതേസമയം പാക് അധിനിവേശ കശ്മീരിൽ മിന്നലാക്രമണം നടത്തിയ സൈനികർക്ക് കീർത്തിചക്ര സമ്മാനിച്ചു. രാജ്പഥിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി പതാക ഉയർത്തിയതോടെ ഇന്ത്യയുടെ 68ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഔദ്യോഗിക തുടക്കമായി. ധീരസൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന നടത്തി. അബുദാബി കിരീടാവകാശിയും UAE ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ നഹ്യാനായിരുന്നു റിപ്പബ്ലിക് പരേഡിലെ മുഖ്യാതിഥി. വിജയ് ചൌക്കിൽ നിന്ന് ചെങ്കോട്ട വഴി ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജവീതിയിലൂടെയുള്ള പരേഡ് ഇന്ത്യയുടെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു. പ്രതിരോധ ആഭ്യന്തര മന്ത്രിമാർക്കൊപ്പം സർവ്വസൈന്യാധിപനായ രാഷ്ട്രപതിയെ അഭിവാദ്യം ചെയ്ത് കര, നാവിക, വ്യോമസേന പ്രകടനങ്ങൾ പരേഡിൽ അണിനിരന്നു. 144 അംഗ നാവിക സംഘത്തെ തലശ്ശേരി സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡന്റ് അപർണ നായരും വ്യോമ വിഭാഗത്തെ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ദൃശ്യനാഥും നയിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര പീരങ്കി ധനുഷും തേജസ് എയർക്രാഫ്റ്റും പരേഡിൽ ശക്തി വിളിച്ചോതുന്നതായി. 149 അംഗ UAE സൈനിക വിഭാഗവും റിപ്പബ്ലിക് പരേഡിൽ ഭാഗമായി. ആദ്യമായാണ് ഒരു അറബ് രാജ്യത്തിന്റെ സൈനിക സംഘം റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയുടെ NSG സംഘവും ആദ്യമായി പരേഡിൽ പങ്കെടുത്തു. സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതി 17 സംസ്ഥാനങ്ങളുടെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ വർണ്ണാഭമായി. എന്നാൽ കേരളത്തിന്റെ ആശയം കേന്ദ്രം തള്ളിയതോടെ കേരളത്തിന്റെ നിശ്ചല ദൃശ്യം പരേഡിൽ ഉണ്ടായില്ല. പരേഡിൽ വ്യോമാക്രമണ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിൽ പഴുതടച്ച സുരക്ഷയിലായിരുന്നു റിപ്പബ്ലിക് പരേഡ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത്. പ്രവാസി ഇന്ത്യക്കാർക്കുള്ള ആദരവ് കൂടിയായി അബുദാബി കിരീടാവകാശിയുടെ ദില്ലിയിലെ സാന്നിധ്യം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ മാധ്യമ സംഘത്തിൽ ഉൾപ്പെട്ട പീപ്പിൾ TV മിഡിൽ ഈസ്റ്റ് ന്യൂസ് ഡയറക്ടർ EM അഷ്റഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. UAE-യും ഇന്ത്യയും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാഷ്ട്രീയ, ചരിത്രപരമായ, സാമൂഹികമായ ബന്ധങ്ങൾക്ക് ദൃഢത പകർന്ന ഒരു ദിവസം കൂടിയാണിത്. UAE-യിൽ 26 ലക്ഷത്തോളം ഇന്ത്യക്കാർക്ക് ഇത് അഭിമാനം നൽകുന്ന മുഹൂർത്തമാണ്. കഴിഞ്ഞ 2 ദിവസമായി ഷെയ്ഖ് മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഉന്നതതല മന്ത്രിമാരുടെയും ഉദ്യോഗ സംഘവും ഇന്ത്യയും UAE-യും തമ്മിലുള്ള വാണിജ്യ, വ്യവസായ, ആഭ്യന്തര സുരക്ഷ, സൈനിക, യുദ്ധോപകരണങ്ങളുടെ മേഖലകളിലെ 16 കരാറുകളാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണത്തിന് മാത്രം 7000 കോടി ഇന്ത്യയിൽ നിക്ഷേപിച്ച ഈ കരാറിലൂടെയാണ്. ഇത് പ്രധാനമായും തുറമുഖം, റെയിൽവേ, വിമാനത്താവളം, ഊർജ്ജ മേഖലയിലാണ് ഈ പ്രധാന നിക്ഷേപം വരാൻ പോകുന്നത്. രാജ്യസഭരമായി ഇരു രാജ്യങ്ങൾ തമ്മിൽ സൈനികാഭ്യാസം, യുദ്ധോപകരണങ്ങൾ വാങ്ങൽ തുടങ്ങിയ വിവിധ കരാറുകൾ ഒപ്പുവെക്കുകയും ചെയ്തു. ഇന്ത്യൻ പ്രസിഡന്റുമായും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായും ഷെയ്ഖ് മുഹമ്മദ് ചർച്ച നടത്തുകയുണ്ടായി. ഇത് ഇരു രാജ്യങ്ങളുടെയും ഭാവി നിക്ഷേപങ്ങൾക്കും വികസനത്തിനും ഊർജ്ജം പകരുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഷെയ്ഖ് മുഹമ്മദിന്റെ സാന്നിധ്യം കൊണ്ടുണ്ടായിരിക്കും. ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിന് ഏറെ ചരിത്ര പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യ UAE വാണിജ്യ വ്യാപാര മേഖലയിൽ ഒട്ടേറെ വാതിലുകൾ തുറന്നുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും കിരീടാവകാശിയുടെ ഈ സന്ദർശനത്തോടൊപ്പം എത്തിയ മീഡിയ സംഘത്തിൽ നിന്നും കൈരളി TVക്ക് വേണ്ടി EM അഷ്റഫ്. സംസ്ഥാനത്തും വിപുലമായാണ് 68ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. സംസ്ഥാനത്തെ വരൾച്ച സാഹചര്യം കണക്കിലെടുത്ത് കൃഷിയും ജലവും സംരക്ഷിക്കണമെന്ന് ഗവർണർ ജസ്റ്റിസ് P സദാശിവം റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. വർണ്ണാഭമായ മാർച്ച് പാസ്റ്റ് ആഘോഷങ്ങളുടെ മോടി കൂട്ടി. മറ്റ് ജില്ലകളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ജസ്റ്റിസ് P സദാശിവം ദേശീയ പതാക ഉയർത്തിയതോടെയാണ് സംസ്ഥാനത്ത് 68ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. സംസ്ഥാനത്തെ വരൾച്ചാ സാഹചര്യം കണക്കിലെടുത്ത് കൃഷിയും ജലവും സംരക്ഷിക്കണമെന്ന് ഗവർണർ P സദാശിവം റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. ഇതിലെ സ്ഥിരതയാണ് വലിയ വെല്ലുവിളിയെന്നും ഗവർണർ പറഞ്ഞു. ഹരിത കേരളം attains a great relevance as a mission for sustainable development and organic farming to enhance paddy and vegetable production. This rejuvenation package for agriculture is very significant, especially in the context of all districts in Kerala being drought affected. On this Republic Day, each one of us should pledge to grow at least 2 varieties of vegetables in our homes and to preserve water considering the drought situation.
തുടർന്ന് ഗവർണർ പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചു. ഭാരതീയ കരസേന, വ്യോമസേന, BSF, CRPF, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ തുടങ്ങിയ സായുധ സേനാ വിഭാഗങ്ങളും NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്, അശ്വാരൂഢ സേന, ആദ്യമായി സംസ്ഥാന പോലീസിന്റെ ശ്വാനസേന തുടങ്ങിയ നിരായുധ സേനാ വിഭാഗങ്ങളും പരേഡിൽ അണിനിരന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി കെ രാജു, മറ്റ് MLA-മാർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ അതാത് മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. കൊല്ലത്ത് ഭക്ഷ്യമന്ത്രി P. തിലോത്തമൻ, പത്തനംതിട്ടയിൽ കടകംപള്ളി സുരേന്ദ്രൻ, ആലപ്പുഴയിൽ മാത്യു ടി തോമസ്, കോട്ടയത്ത് G. സുധാകരൻ, ഇടുക്കിയിൽ MM മണി, എറണാകുളത്ത് TM തോമസ് ഐസക്, തൃശൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി, കോഴിക്കോട് VS സുനിൽകുമാർ, പാലക്കാട് AK ബാലൻ, മലപ്പുറത്ത് മന്ത്രി TP രാമകൃഷ്ണൻ, കാസർഗോഡ് E. ചന്ദ്രശേഖരൻ, കണ്ണൂരിൽ മന്ത്രി AK ശശീന്ദ്രൻ, വയനാട് മന്ത്രി KT ജലീൽ എന്നിവരാണ് ദേശീയ പതാക ഉയർത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചത് കുറച്ച് നവാഗതരായിരുന്നു. ആരാണെന്നല്ലേ? ശ്വാനന്മാർ. അതെ, സംസ്ഥാന പോലീസ് സേനയിലെ പ്രഗത്ഭരായ 15 പേർ. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന ആദ്യ ഡോഗ് സ്ക്വാഡ് എന്ന പ്രത്യേകതയും ഇവർക്കുണ്ട്. ബ്രൂസ്, ജാൻസി, ബ്രൌണി, റാംബോ തുടങ്ങി സംസ്ഥാന പോലീസിലെ ശ്വാനന്മാരിലെ 15 പ്രഗത്ഭർ. 68ാമത് റിപ്പബ്ലിക് ദിനാഘോഷം നടന്ന തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ മുഖ്യ ആകർഷണം ഇവരായിരുന്നു. സംസ്ഥാനത്തെ പോലീസ് സേനയിൽ മിടുക്കരായ ശ്വാനന്മാരുണ്ടെങ്കിലും ആദ്യമായാണ് ഇവർ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കുന്നത്. 11 ലാബ്രഡോർ, 3 ഡോബർമാൻമാർ, 1 ഗോൾഡൻ റിട്രീവർ എന്നിവരാണ് സേനയിൽ അണിനിരന്ന് അച്ചടക്കത്തോടെ മാർച്ച് പാസിൽ പങ്കെടുത്തത്. SI DK പുഷ്പകുമാറിന്റെ നിയന്ത്രണത്തിലായിരുന്നു ശ്വാനന്മാരുടെ പ്രകടനം. ദേശീയഗാനം ആലപിക്കുമ്പോൾ അറ്റൻഷനിൽ ഒരു പ്രത്യേക രീതിയിലാണ് അവരുടെ നിൽപ്പുപോലും. കഴിഞ്ഞ ഒരാഴ്ചയായി ദിവസേന 2 തവണയായിട്ടാണ് ഇതിനായി ശ്വാനന്മാരെ പരിശീലിപ്പിച്ചത്. DGP ലോക്നാഥ് ബെഹ്റയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു ഇവരെ പരേഡിൽ ഉൾപ്പെടുത്തിയത്. ഒടുവിൽ മികച്ച പ്രകടനവുമായി ഏവരുടെയും കയ്യടി നേടി മടക്കവും. ബിജു പൂവച്ചലിനൊപ്പം S. ഷീജ, തിരുവനന്തപുരം. റിപ്പബ്ലിക് ദിനത്തിൽ CPI ഓഫീസുകളിൽ ദേശീയ പതാക ഉയർത്തിയത് അപൂർവതയായി. ഹൈദരാബാദ് ദേശീയ കൌൺസിൽ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. ദേശീയതയെ വർഗീയ സംഘടനകൾ ദുരുപയോഗം ചെയ്യുന്നതിനോടുള്ള പ്രതിരോധമാണ് തീരുമാനത്തിന് കാരണമെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തിൽ CPI ഓഫീസുകളിൽ ദേശീയ പതാക ഉയർത്തുക പതിവില്ല. MN സ്മാരകം മുതൽ പ്രാദേശിക ഓഫീസുകൾ വരെ ദേശീയ പതാക ഉയർത്തുന്നതിലെ രാഷ്ട്രീയ സാഹചര്യം കാനം രാജേന്ദ്രൻ ഇങ്ങനെ വിശദീകരിച്ചു. ദേശീയ പതാകയെ ത്രിവർണ്ണ പതാക പാടില്ല എന്നും ഇന്ത്യയിൽ ആവശ്യമായിട്ടുള്ളത് കാവി പതാകയാണ് എന്നും പറഞ്ഞത് RSS ആണ്. അവർ ഈ കാലം എത്രയും RSSന്റെ കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും ദേശീയ പതാക ഉയർത്തിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഏതായാലും നാഗ്പൂരിലെ RSS ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉയർത്തിയിട്ടില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട്. പ്രധാന CPI ഓഫീസുകളിലെല്ലാം ദേശീയ പതാക ഉയർത്തി ഭരണഘടനാ സംരക്ഷണ ദിനം ആചരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക അണിഞ്ഞു. അബുദാബി കിരീട അവകാശി ഷെയ്ഖ് മുഹമ്മദിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യയോടുള്ള ആദരം പ്രകടിപ്പിക്കലായിരുന്നു ഈ ചരിത്ര മുഹൂർത്തം. ഇന്ത്യയും UAEയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ പ്രതീകമായി ബുർജ് ഖലീഫ ത്രിവർണ്ണമണിഞ്ഞു. അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി കൂടിയായിരുന്നു ഇത്. ബുർജ് ഖലീഫയിൽ ഇന്ത്യൻ പതാക വെളിച്ചമായി നിറഞ്ഞു നിന്നു. AR റഹ്മാന്റെ പ്രശസ്തമായ ജയ്ഹോ എന്ന ഗാനത്തിന്റെ അകമ്പടിയോടെയായിരുന്നു ബുർജ് ഖലീഫ ത്രിവർണ്ണമണിഞ്ഞത്. and the Deputy Supreme Commander of the UAE Armed Forces. His historic visit to India as our honoured guest for the Republic Day symbolizes that the tallest tower in the world is lit in national tricolor. That India and UAE bilateral relations are going to scale new heights in a way. 10,000-കണക്കിന് ഇന്ത്യക്കാർ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷികളായി. ഇന്ത്യക്ക് ലഭിച്ച വലിയ ആദരമായിരുന്നു ഇത്. UAEയിലെ ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ സമൂഹം അഭിമാനത്തോടെയാണ് UAE ഭരണകൂടത്തിന്റെ ഈ ആദരവിനെ ഏറ്റുവാങ്ങിയത്. റിപ്പബ്ലിക് ദിനത്തിലും ബുർജ് ഖലീഫയിൽ ത്രിവർണ്ണ പതാക തെളിയും. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദിന്റെ
ഇന്ത്യ സന്ദർശനത്തോടുള്ള ആദരസൂചകമായാണ് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫ ത്രിവർണ്ണമണിഞ്ഞത്. ബുർജ് ഖലീഫയിൽ നിന്ന് ക്യാമറമാൻ ഡീജസിനൊപ്പം ടി ജമാലുദ്ദീൻ. RSSകാർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി RSS പ്രവർത്തകന്റെ വെളിപ്പെടുത്തൽ. RSSന്റെ പ്രവർത്തന ശൈലിയിൽ വന്ന മാറ്റത്തെ വിമർശിച്ചതിലും വധക്കേസുകളിൽ ഒറ്റിക്കൊടുത്തുവെന്ന് ആരോപിച്ചുമായിരുന്നു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് വിഷ്ണു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനാണ് തന്റെ മരണത്തിന് ഉത്തരവാദി എന്ന രീതിയിൽ നിർബന്ധിച്ച് ആത്മഹത്യാക്കുറിപ്പ് എഴുതിപ്പിച്ചുവെന്നും വിഷ്ണു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. തിരുവനന്തപുരം കരകുളം മണ്ഡലത്തിലെ ശാരീരിക് ശിക്ഷക് പ്രമുഖായിരുന്നു വിഷ്ണു. ഡിസംബർ 15 മുതൽ ജനുവരി 22 വരെ തന്നെ തടങ്കലിൽ പാർപ്പിച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് വിഷ്ണു പറഞ്ഞു. RSS സഹപ്രാന്ത പ്രചാരക് സുദർശൻ, ഹിന്ദു ഐക്യവേദി സംഘടനാ സെക്രട്ടറി C ബാബു എന്നിവർ നേരിട്ടും അഖില ഭാരതീയ കാര്യകാരി സദസ്യൻ സേതുമാധവൻ, പ്രാന്ത കാര്യവാഹക് ഗോപാലൻകുട്ടി മാസ്റ്റർ എന്നിവർ രഹസ്യമായും തന്നെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താനുള്ള നീക്കത്തിന് ചുക്കാൻ പിടിച്ചു. BJPയുടെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സജുവിന്റെ നേതൃത്വത്തിൽ ഒരു 5 പേര് എനിക്ക് കണ്ടറിയാൻ ബാക്കിയുള്ളൊരു പേരാണ് ഇവിടെ. അവരെല്ലാം കൂടെ ചെന്നിട്ട് വളഞ്ഞ് ഇങ്ങനെ താത്തു വെച്ചിട്ട് മുതുലും നെഞ്ചത്തൊക്കെ ആയിട്ട് ഒരു 3-4 മണിക്കൂർ ഇടിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷം എന്നോട് പറഞ്ഞ് സംഘം പറയും പോലെ കേൾക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ജീവനാണ് വലുത്, സംഘം പറയും പോലെ കേൾക്കാമെന്ന് പറഞ്ഞു. RSS നടത്തിയ കൊലപാതകങ്ങൾ താൻ ഒറ്റുകൊടുത്തു എന്ന ആരോപണവും തനിക്കുമേൽ ചുമത്തി. അതെല്ലാം വീഡിയോയിൽ പകർത്തി. തന്നെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയാക്കാനുള്ള ശ്രമമാണ് RSS നേതൃത്വം നടത്തിയത്. ഇത് CPM-ന് മേൽ കെട്ടിവെക്കാനുള്ള നീക്കവും നടന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജന്റെ മാനസിക പീഡനം മൂലം താൻ ആത്മഹത്യ ചെയ്യുന്നതായി കുറിപ്പ് എഴുതിപ്പിച്ചുവെന്നും വിഷ്ണു പറഞ്ഞു. നിന്റെ അവസാനത്തെ ആഗ്രഹം എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ചേട്ടാ എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ് സംഘം പറയുമ്പോഴേക്ക് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒരു ആത്മഹത്യയെക്കുറിപ്പ് അവർ എഴുതി കൊണ്ടുവന്ന് എന്നെ പകർത്തി എഴുതാൻ പറഞ്ഞു. അതിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജന്റെ മാനസികമായ പീഡനം മൂലം ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അതുൾപ്പെടെ മറ്റനേകം കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. എല്ലാം കൂടി ചേർന്നിട്ട് ആത്മഹത്യയെക്കുറിപ്പ് എഴുതി കൊടുത്തു. കുറേ കഴിഞ്ഞിട്ട് പറഞ്ഞ് നീന്ത അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 തെങ്ങിയിൽ നിന്ന് ഒരു ബോട്ട് നടുക്കടലിലേക്ക് പോകും, അവിടെ നിന്ന് ഉപേക്ഷിക്കും, പറ്റുമെങ്കിൽ നീന്തി കയറി പോരെന്ന് പറഞ്ഞു. അപ്പം ബീച്ചേട്ടൻ വന്നപ്പോൾ ഞാൻ ബീച്ചേട്ടനോട് പറഞ്ഞ് ചേട്ടാ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റില്ല ചേട്ടാ, എന്നെ കൊല്ലരുത് ചേട്ടാ. അങ്ങനെ കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് കരഞ്ഞു. വിവിധയിടങ്ങളിൽ സാമുദായിക സംഘർഷമുണ്ടാക്കാൻ സംഘം തന്നെ നിയോഗിച്ചിരുന്നതായും ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന വിഷ്ണു വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അക്കേഷ്യ വൃക്ഷങ്ങൾ ജലം ഊറ്റിയെടുക്കുന്നതിനെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമലയിലെ കാണി ഗോത്ര വിഭാഗക്കാർ രൂക്ഷമായി ജലക്ഷാമത്തിന്റെ പിടിയിലാണ്. ഊരുകളിൽ മഴക്കുഴികൾ നിർമ്മിച്ച് വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ് കാണികൾ ഇപ്പോൾ. ഇന്ത്യയിലെ ഗോത്രവർഗ മേഖലകളിൽ പോയാൽ മിക്കയിടങ്ങളിലും ജനങ്ങളുടെ മുഖ്യശത്രുക്കൾ വനം നശിപ്പിക്കുകയും ജലം ഊറ്റുകയും ചെയ്യുന്ന കോർപ്പറേറ്റുകളോ കാടിറങ്ങിയെത്തി കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളോ ആണ്. എന്നാൽ തലസ്ഥാന ജില്ലയിലെ പെരിങ്ങമലയിലെ ഗോത്രവിഭാഗക്കാരായ കാണികളുടെ മുഖ്യശത്രു അക്കേഷ്യ മരങ്ങളാണ്. വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി 4 പതിറ്റാണ്ട് മുമ്പാണ് ഇവിടെ അക്കേഷ്യ എത്തിയത്. ചിറ്റാർ നദിയിലെ ജലം ഊറ്റിയെടുത്ത് അക്കേഷ്യ മരങ്ങൾ തഴച്ചു വളർന്നപ്പോൾ പെരിങ്ങമലയിലെ ഊരുകൾ വേനൽക്കാലം എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ രൂക്ഷമായ ജലക്ഷാമത്തിന്റെ പിടിയിലായി. യഥാർത്ഥം പറഞ്ഞാൽ ഇപ്പോഴ് എവിടെയും വെള്ളമില്ല. വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം മേഖല. ഇപ്പോഴും വെള്ളമാണ്. അൽക്കേഷ്യാണ് വലിയ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിവിടെ അത് നമ്മൾ ഫോറസ്റ്റുകാരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് അവർ പറഞ്ഞ അത് പ്രശ്നമല്ല എന്ന് നമ്മളോട് അവർ പറയുകയും ചെയ്തായിരുന്നു. നമുക്കിതിനെക്കുറിച്ച് ശരിക്കും അറിയില്ല. പക്ഷെ അവരറിയാവുന്നുള്ളൂ എന്താ ഇത് മറച്ചു വയ്ക്കാൻ. ഊരുകളിലെ വീടുകളിലെല്ലാം നിറയെ മഴക്കുഴികൾ കാണാം. തുലാവർഷം ചതിച്ചതോടെ മഴക്കുഴികൾ നിറയുമെന്ന പ്രതീക്ഷ തെറ്റി കാണികൾ ഇപ്പോൾ വേനൽ മഴയ്ക്കായി കാത്തിരിക്കുകയാണ്. ഇത് ഈ മഴവെള്ളം വന്ന് ഇതിൽ തങ്ങാനായിട്ടാണ്. അപ്പോൾ വളം എവിടെയും പോകില്ല. നമ്മളെ പെരയിടത്ത് തന്നെ ഈ വളവും അവിടെ കിട്ടിയിരിക്കും. വെള്ളമില്ലാതെ ആദിവാസി ഊരുകൾ വറുതിയിലാകുമ്പോൾ തൊട്ടപ്പുറത്ത് അക്കേഷ്യ മരങ്ങൾ തഴച്ചു വളരുകയാണ്. പെരിങ്ങൻമല പഞ്ചായത്തിന്റെ സിംഹഭാഗത്തെയും കീഴടക്കിയിരിക്കുന്ന അക്കേഷ്യ മരങ്ങളാണ് രൂക്ഷമായ ജലക്ഷാമത്തിന് കാരണമെന്ന് കാണി ഗോത്ര വിഭാഗക്കാർ കുറ്റപ്പെടുത്തുന്നു. അവർ പക്ഷേ വെറുതെ ഇരിക്കുന്നില്ല. എല്ലാ ആദിവാസി ഊരുകളിലും നിറയെ മഴക്കുഴികൾ തീർത്ത് ജലക്ഷാമത്തെ പ്രതിരോധിക്കാനാണ് കാണികളുടെ നീക്കം. പെരിങ്ങൻമലയിൽ നിന്ന് കെ രാജേന്ദ്രൻ. വർഗീയതയിലേക്കും ഭീകരവാദത്തിലേക്കും കുട്ടികളെ എത്തിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരം നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരത്ത് ശാന്തി സമിതി സംഘടിപ്പിച്ച രാഷ്ട്രം, മതം, ദേശീയത എന്ന വിഷയത്തിലെ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മരണാനന്തരവും ഗാന്ധിജി വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2012 മെയ് മാസത്തിൽ തിരുവനന്തപുരം ആസ്ഥാനമായി നിലവിൽ വന്ന സമാധാന പ്രസ്ഥാനമായ ശാന്തി സമിതി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രീയം, മതം, ദേശീയത എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ഗാന്ധിജിയുടെ സ്ഥാനത്ത് ഗോഡ്സെയെ അവരോധിക്കാനുള്ള ശ്രമം നടക്കുന്നു. മരണാനന്തരവും ഗാന്ധിജി വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും സെമിനാർ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വർഗീയ ശക്തികൾ
ചെറിയ കുരുന്നുകളെ തന്നെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ആരാധനാലയങ്ങളിലേക്ക് പോകുന്നത് നല്ല കാര്യമാണ് എന്നാണ് പൊതുവെ രക്ഷിതാക്കളൊക്കെ കണക്കാക്കുന്നത്. അവിടെ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും കൂട്ടർ തെറ്റായ വഴിയിലേക്ക് ഈ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ കാത്തിരിപ്പുണ്ടോ എന്നത് ജാഗ്രതയോടെ വീക്ഷിക്കേണ്ട ഒരു സമയമാണിത്. കവയത്രി സുഗതകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാളയം ഇമാം VP ഷുഹൈബ് മൗലവി, ശാന്തി സമിതി രക്ഷാധികാരികളായ സ്വാമി സൂക്ഷ്മാനന്ദ, സ്വാമി സന്ദീപാനന്ദഗിരി എന്നിവർ പങ്കെടുത്തു. ശാന്തി സമിതി ആസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചന്ദനവൃക്ഷത്തൈയും നട്ടശേഷമാണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. റെയിൽ ബജറ്റ് കൂടി ഉൾപ്പെടുത്തിയുള്ള ആദ്യത്തെ കേന്ദ്ര ബജറ്റ് ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിന് ശേഷമുള്ള ഇത്തവണത്തെ ബജറ്റിൽ ഡിജിറ്റൽ ഇടപാടുകൾക്ക് പിന്തുണ നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ആദായ നികുതി പരിധി ഇരട്ടിയായി ഉയർത്തും. ഭവന വായ്പയ്ക്കും കാർഷിക വായ്പയ്ക്കും പലിശ ഇളവുകൾ പ്രഖ്യാപിച്ചേക്കും. കേന്ദ്ര ബജറ്റിലേക്ക് ഇനി 6 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. റെയിൽ ബജറ്റ് കൂടി ഉൾക്കൊള്ളിച്ചുള്ള ആദ്യ ബജറ്റ് ആസൂത്രണ കമ്മീഷൻ ഇല്ലാതായതിനാൽ പദ്ധതി ചെലവ്, പദ്ധതിയേതര ചെലവ് എന്നീ വകഭേദങ്ങളില്ലാത്ത ബജറ്റ് എന്നിങ്ങനെ ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിന്റെ പ്രത്യേകതകൾ ഏറെയാണ്. ആഗോളതലത്തിലും ആഭ്യന്തരതലത്തിലും സാമ്പത്തിക സാഹചര്യം ഏറ്റവും പ്രശ്നബഹുലമായ സമയത്തു കൂടിയാണ് ധനമന്ത്രിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വരിക. നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിന് പിന്നാലെ ബാങ്കിംഗ് വ്യവസായം വൻ നഷ്ടം നേരിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര ബജറ്റ് തയ്യാറാകുന്നത്. ഈ സാഹചര്യത്തിൽ ഇടപാടുകൾ ക്യാഷ്ലെസ് ആക്കാൻ പുതിയ പദ്ധതികൾ ബഡ്ജറ്റിൽ ഉണ്ടാകും. ഇതോടൊപ്പം ആദായ നികുതി പരിധി 2.5 ലക്ഷത്തിൽ നിന്നും 4 ലക്ഷമാക്കി ഉയർത്തിയേക്കും. നഗരപ്രദേശത്തെ ഭവനരഹിതർക്ക് വീട് വയ്ക്കാൻ വായ്പ നൽകുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന ഈ ബജറ്റിൽ തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഇത് നടപ്പായാൽ ഭവന വായ്പയുടെ പലിശ നിരക്ക് കുറയാനാണ് സാധ്യത. രാജ്യത്തെ എല്ലാ പഴം പച്ചക്കറി ചന്തകൾ തമ്മിൽ ഓൺലൈൻ മുഖാന്തരം ബന്ധപ്പെടുത്തൽ, കർഷകർക്ക് നേരിട്ട് വിപണനം നടത്താനുള്ള പദ്ധതി എന്നിവയും ബജറ്റിലുണ്ടാകും. പെട്ടെന്നുള്ള നോട്ട് നിരോധനം ക്ഷീണിപ്പിച്ച റിയൽ എസ്റ്റേറ്റ് മേഖലയെ ഊർജിതപ്പെടുത്തുന്ന പദ്ധതികളും ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കാം. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. NCDCയുടെ 10ാമത് എൻക്ലേവും NCDC ഏർപ്പെടുത്തിയ വിവിധ പുരസ്കാരങ്ങളുടെ വിതരണവും കൊച്ചിയിൽ നടന്നു. KV തോമസ് MP പുരസ്കാരദാനം നിർവഹിച്ചു. സാമൂഹ്യ സേവന, മാധ്യമ, ബിസിനസ് മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെയാണ് NCDC പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. സാമൂഹ്യ സേവന മേഖലയിൽ ജോസ് മാവേലി, ബിസിനസ് രംഗത്ത് ഡോക്ടർ V മോഹൻദാസ് തുടങ്ങിയവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി.